എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ബീച്ചിലോ പാർക്കിലോ പോകാമെന്ന് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. കാരണം വൈകുന്നേരം അവധിയായിരുന്നു, അപ്പോഴും പോകണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. എൻ്റെ അമ്മ കട്ടു. അപ്പോഴ് ഇവിടെ പോകാമെന്നുള്ളൊരിതിൽ പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദമാം റോഡാണ്. മിക്കവാറും പോകുന്നത് എവിടോട്ട് പോകാമെന്നാണ്? നമ്മൾ കോർണിഷിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചതെന്നല്ലേ, ഏതെങ്കിലും ബീച്ചിലെ പാർക്കിലെ പോകാമെന്നുള്ളൊരു പ്ലാനിൽ കയറിയിരുന്നതാണ്. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അയ്യോൺ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പോകുന്നു. പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം എന്താണെന്ന്. പാത്തു എന്താണ് ഒരു ഹായ് പറ. ഇത് പറ്റി ഒരു മൂടില്ലാത്തത്. കൊച്ചൊരു ഐസ്ക്രീമൊക്കെ കുടിച്ചെങ്കിൽ അതിനൊരു മൂടില്ലാതിരിക്കുകയാണ്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു സ്ഥലത്ത് അത്യാവശ്യം നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇതായിപ്പം നീ എന്തിനാ ഗ്ലാസ് തുറന്നിട്ടേക്കുന്നത്? എല്ലാവരും തുറന്നിട്ടേക്കണം, ഞാൻ മാത്രം കേസ് ഇട്ടേക്കുകയാണെന്ന് വിചാരിച്ച് ഗ്ലാസ്സും തുറക്കാതിരിക്കും. സമാധാനമായി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല വെയിലൊക്കെ തന്നു. നല്ലൊരു ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ വയ്യ ഇപ്പം. എത്തി എണീക്ക്. കോർണിഷ് എത്തി. അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടാ. പാർക്കിങ്ങിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാണുമ്പോ തന്നെ അറിയാൻ പറ്റും. ഞാൻ പ്രതീക്ഷിച്ച് വലുതായിട്ട് ആളും തിരക്കൊന്നും കാണൂല എന്ന്. പക്ഷേ ഇപ്പൊ എത്ര മണിയായിക്കാ? എത്ര മണിയായി? 5:45. 5:45 സമയത്തുള്ളൊരു തിരക്കാണ് കേട്ടാ ഇത്. അല്ലല്ല, പാത്ത് ശരിക്കും വന്നിടനെ പിള്ളേരെല്ലാരും കൂടെ ഇങ്ങനെ ഒന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ പാത്തു ആ വഴിക്ക് പോയി കേട്ടാ. ബാ റിഫ, വിളിച്ചിട്ട് പോലും വരുന്നില്ല. വിളിക്കാവളോ?
അതുകൊണ്ട് എന്താ എല്ലാവരും ഫോട്ടോ വീഡിയോ ആ ഒരു ഇതിൽ തന്നെയാണ്. ആദ്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇപ്പം ഈ ഒരു സംഭവം വന്നതിന് ശേഷം ഇതിപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ള ഇതിങ്ങനെ ഇതാക്കിയിട്ട് മറ്റേത് ഇവിടെ ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു. ഇപ്പം പറ്റത്തില്ല. തിര ഒട്ടുമില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. തിരയില്ലാത്ത കടലാണ്. വണ്ടി കിടക്കുന്നത് എവിടെയാണെന്ന് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡാണെന്ന് തോന്നുന്നു. അതായത് നമ്മളിലെ പ്ലേ ഗ്രൗണ്ട് അവിടെയാണ് നേരെ ഇറങ്ങി വന്നത്. അപ്പതാ നമ്മളിവിടെ മൊത്തം കറങ്ങി നടന്ന് കണ്ട് മാക്സിമം പറ്റുന്നിടത്തോളം കവർ ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് അപ്പം നമ്മൾ നേരെ ഇനിയിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ദമാമിൽ ലുലു മാളിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടേ. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഉറപ്പില്ല. ഇന്നലെ ഞാൻ ഒരു സ്റ്റാറ്റസിൽ കണ്ടതാണ് കേട്ടോ, ഇന്ന ടൈമിന് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കിഷ്ടമുള്ള ഒരാളാണ് വരുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ കൂടെ ഒന്ന് പോവാമെന്ന്. 6 മണിക്ക് പ്രോഗ്രാം ആണെങ്കിൽ 5:45 ഞങ്ങൾ ഈ സ്പോട്ടിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ഓടി അങ്ങ് എത്തുമ്പോൾ പ്രോഗ്രാമൊക്കെ കഴിയോ ഇല്ലേ എന്നുള്ള ഒരു ഡൗട്ടുണ്ടേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രസമുള്ളൊരു ഇതാണ്. ഇവിടെ അടുത്തുള്ളവരൊക്കെ എല്ലാ ഈവനിങ്ങിലും വരുന്ന സ്ഥലമായിരിക്കും. എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ദൂരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണേ. നല്ല രസമുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കുള്ള ആളാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതായിരുന്നു ഇക്കാലത്ത് താഴെ ഇരിക്കാന്ന്. ഞങ്ങളിങ്ങ് നേരെ മുകളിൽ കയറി വന്നേക്കാണ്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കണ്ട. 3 ഇതിലായിട്ട് നല്ല തിരക്കുണ്ട്. പ്രോഗ്രാം കഴിയാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ. അതായത് പ്രോഗ്രാം 11 മണിക്കാണ് കഴിയുന്നതെങ്കിൽ ഞങ്ങളൊരു 10:30 ആയപ്പോൾ തന്നെ ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സെക്ഷനിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കായിരുന്നു. അത്രയ്ക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ക്രൗഡ് ഈ ഒരു പ്രോഗ്രാമിന് കാണുമെന്നേ. അപ്പം ഞാൻ ആ ഒരു ടൈമിന് ഒരു 10:30 ആയപ്പോൾ, അതായത് ലാസ്റ്റ് പാട്ടാണെന്ന് തോന്നുന്നു, അതോ അതിന് മുമ്പ്, എന്തായാലും 10:30 ആയപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് പതുക്കെ ഇതിനകത്തോട്ട് കയറിയതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ ഒരുവിധം സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലിംഗ് സെക്ഷനിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അപ്പം അത്യാവശ്യത്തിനുള്ള ഐറ്റംസ് എടുത്തതാണ് കേട്ടോ. ഓഫർ എന്ന് പറയാനായിട്ട് ഡ്രസ്സിൻ്റെ സെക്ഷനിലൊക്കെ എനിക്ക് ഹാഫ് പേ ബാക്ക് എന്ന് പറഞ്ഞ് ഓഫർ കിടന്നിട്ടുണ്ടായിരുന്നു. എനിക്കതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും നോക്കിയില്ല, അതുകൊണ്ട് എനിക്കത് പറയാനും പറ്റുന്നില്ല. പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഇവിടെ നമ്മുടെ അവിടത്തേക്കാളും ഇച്ചിരിയൊക്കെ റേറ്റ് കൂടുതലും ഉണ്ട്, ചില സാധനങ്ങൾക്ക് കുറവും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള
ഐറ്റംസ് മാത്രം എടുത്ത് ഇതാ പോവാനായിട്ട് ഇറങ്ങിയണേ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്ഥലത്തൂടെ കയറണം. ആ, പാത്തൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ അതാ ഈ ഒരു ഐറ്റം. അപ്പോൾ ഇത് ആകെപ്പാടെ ഒരു പീസേ ഉള്ളായിരുന്നു. അതങ്ങനെ എപ്പോഴും കിട്ടത്തില്ല. അപ്പോഴിതാ കിട്ടിയപ്പോഴത്തേക്ക് എടുത്തിട്ടുണ്ട്. ഒറ്റ പീസേ ഉള്ളായിരുന്നു, ലാസ്റ്റായിരുന്നു. രാത്രി 12 മണിയായപ്പോൾ വണ്ടി പണി തന്നു. പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് വലിയ കാര്യത്തിൽ പുറത്തോട്ടിറങ്ങിയതാണ്. വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് സ്റ്റാർട്ടാവുന്നില്ല. വണ്ടിയുടെ ബാറ്ററി എന്തോ പോയെന്ന് പറയുന്നു. അല്ലാഹ്, ഇവിടെ പെട്ടു പോകുമോ എന്തോ. എല്ലാ ഷോപ്പും കാര്യങ്ങളും എല്ലാം ഒക്കെ അടച്ചേക്കല്ലേ. വണ്ടിയുടെ ബാറ്ററി മാറണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ അതിനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. എന്താവുമെന്ന് കണ്ടറിയാം. ഒരു മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം ഇതാ വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.